നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കീരമ്പാറ കള്ളാട് ഭാഗത്താണ്. എൻ്റെ സമീപത്ത് കാണുന്ന ഈ തോട്ടിലാണ് ഇന്നലെ 7ാം ക്ലാസ്സുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കള്ളാട് കീഴേത്തുകുടി മിനോജിന്റെ മകൻ അഭിമന്യുവിനെയാണ് ഈ തോട്ടിൽ ഇന്നലെ വൈകിട്ട് മരിച്ച നിലയിൽ കാണപ്പെട്ടത്. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരും വഴി കാൽ വഴുതി തോട്ടിൽ അകപ്പെട്ടിരിക്കാം എന്നാണ് പ്രാഥമിക നിഗമനം. ഇവിടെ സമീപത്ത് ഒരു കടയുണ്ട്. പ്രദേശവാസിയായ ഗോപാലനാണ് ആ കട നടത്തുന്നത്. ആ കടയിൽ നിന്നും ലെയ്സ് വാങ്ങിച്ച് കഴിച്ച ശേഷമാണ് അഭിമന്യു വീട്ടിലേക്ക് നടന്നത്. എന്തായാലും ആ നടന്ന സമയത്ത് കാൽ വഴുതി ഈ തോട്ടിൽ അകപ്പെട്ടു എന്നാണ് കരുതുന്നത്. എന്തായാലും ഏറെ ദാരുണമായ ഒരു മരണമായിരുന്നു. പ്രദേശവാസികളെല്ലാം കടുത്ത ദുഃഖത്തിലാണ്. അഭിമന്യുവിന് ഈ തോട്ടിലെ വെള്ളമൊഴുക്കിൽ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളത് അവരെയെല്ലാം അമ്പരപ്പിച്ചിരിക്കുകയാണ്. കാരണം ഈ തോടിന് 2-3 അടി ആഴം മാത്രമാണുള്ളത്. വളരെ ചെറിയ തോതിലാണ് ഇപ്പോൾ വെള്ളം ഒഴുകുന്നത്. മഴയുള്ളപ്പോൾ മാത്രം ഈ തോട്ടിലൂടെ വെള്ളം ശക്തമായിട്ട് ഒഴുകും. ഇന്നലെ അഭിമന്യു വീട്ടിലേക്ക് പോകുമ്പോൾ ശക്തമായി മഴ പെയ്തിരുന്നു. സ്കൂൾ ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടക്കുമ്പോഴാണ് കാൽ വഴുതി ഈ അഭിമന്യു തോട്ടിൽ വീണതെന്നാണ് മനസ്സിലാകുന്നത്. ഈ തോട്ടിലേക്ക് അഭിമന്യു എങ്ങനെ വീണു എന്നുള്ള കാര്യവും മറ്റും നമുക്ക് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പോലീസ് വ്യാപകമായി അന്വേഷിക്കുന്നുണ്ട്, ഇതേക്കുറിച്ച് വ്യക്തമായി അന്വേഷിക്കുന്നുണ്ട്. ശക്തമായി മഴ പെയ്യുമ്പോൾ മാത്രം ഈ തോട്ടിലൂടെ വെള്ളം ഒഴുകുന്നു. ഇപ്പോൾ ഈ തോട്ടിൽ വളരെ കുറഞ്ഞ അളവിലുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. കുട്ടി കമിഴ്ന്നാണ് കിടന്നിരുന്നത്. പുറത്ത് സ്കൂൾ ബാഗും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഏകദേശം ഒരു 5 വർഷം മുൻപുണ്ടായ ഒരു വാഹനാപകടത്തിൽ മരിച്ച അഭിമന്യുവിന്റെ സഹോദരനും പിതാവും മരണപ്പെട്ടിരുന്നു. കുടുംബം ചോറ്റാനിക്കരയ്ക്ക് പോയിട്ട് വരുമ്പോൾ കാറിൽ ടിപ്പർ ഇടിക്കുകയായിരുന്നു. കോലഞ്ചേരി കടാതിയിൽ വെച്ചായിരുന്നു ആ ദാരുണ സംഭവം. ഏകദേശം 5 വർഷത്തോളമാകുന്നു. അതിനിടെയാണ് കീഴത്തുകൂടി കുടുംബത്തിലേക്ക് വീണ്ടും ഒരു ദുരന്ത വാർത്ത എത്തുന്നത്. വലിയ ആഘാതത്തിലാണ് കുടുംബാംഗങ്ങളെല്ലാം. നാട്ടുകാർക്കും ഇത്തരമൊരു ദുരന്തം താങ്ങാനാവാത്ത ഒരു ദുഃഖകരമായ സാഹചര്യമാണ് അവർ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. എന്തായാലും ചേലാട്, കള്ളാട് ഇത്തരത്തിലൊരു ദുരന്തം അവരാരും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇത്ര ചെറിയൊരു തോട്ടിൽ ഇത്തരത്തിൽ ഒരു മരണം അവരാരും പ്രതീക്ഷിക്കുന്നില്ല. വളരെ ദുഃഖകരമായി, വളരെ ഏറെ സങ്കടത്തോടെയാണ് അവരെല്ലാം നമ്മളോട് ഈ ദുരന്ത വാർത്ത പങ്കുവച്ചത്. M4 മലയാളം, കോതമംഗലം.